ഹായ്! ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ട്രിക്കായിട്ടാട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. ഈ ഒരു താളി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് കറിവേപ്പിലയാട്ടോ. പിന്നീട് ഒരു 10-12 ചെമ്പരത്തിയുടെ ഇല, കുറച്ച് തുളസിയില, അത് കഴിഞ്ഞിട്ട് ഒരു 12 ചെറിയ ചെറിയ തൈ കീഴാർനെല്ലി. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് മൈലാഞ്ചിയുടെ ഇല കിട്ടിയിരുന്നു, അതുണ്ടെങ്കിൽ അതും. പിന്നെ ചെമ്പരത്തിപ്പൂവ്. പിന്നെ നമുക്ക് വേണ്ടത് മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ. ഇത് വളരെ നല്ലതാണ് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു അലോവേറ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വേണം. അതായത് 1 സ്പൂൺ ഉലുവ, ഇത് നമ്മുടെ വീട്ടിലുണ്ടാവും. പിന്നെ 2 സ്പൂൺ റോസ്മേരിയുടെ ഡ്രൈഡ് ലീഫാണ്. ഇത് ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്. ഇനി താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അലോവേറ എടുത്തിട്ട് അതിൻ്റെ ജെല്ല് മാത്രം ഒന്ന് എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇത് കുറച്ച് നേരത്തേക്കൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി കുറച്ച് മുമ്പ് ഞാൻ കാണിച്ച എല്ലാ ഇലകളും നമുക്കൊന്ന് അരച്ചെടുക്കണം. കറിവേപ്പില എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് സ്ട്രെങ്ത് ഉണ്ടാക്കാൻ സഹായിക്കും, ഗ്രോത്തിന് സഹായിക്കും. പിന്നെ ചെറുപ്പത്തിലുള്ള നര വരുന്നത് തടയും. ചെമ്പരത്തിയുടെ ഇല മുടി നന്നായിട്ട് വളരാൻ സഹായിക്കും. പിന്നെ തുളസിയുടെ ഇലയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യും. പിന്നെ മുടി നല്ല സ്ട്രെങ്ത് ഉള്ളതുമാക്കും. പിന്നെ നമ്മുടെ മുരിങ്ങ ഇല മുടി കൊഴിച്ചിൽ കുറയ്ക്കും, ഡാൻഡ്രഫിനോട് ഫൈറ്റ് ചെയ്യും. പിന്നെ മൈലാഞ്ചിയുടെ ഇലയാണെങ്കിൽ അതൊരു നാച്ചുറൽ കണ്ടീഷണറാണ്. പിന്നെ നമ്മുടെ നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനും സഹായിക്കും. കീഴാർനെല്ലിയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ വരുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ മാറ്റാൻ സഹായിക്കുവേ. പിന്നെ നമ്മുടെ ഉലുവയായാലും റോസ്മേരിയുടെ ഇലയായാലും പെട്ടെന്ന് മുടി വളരാൻ സഹായിക്കും. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നിടം വരെ. അതിനുശേഷം നമുക്ക് വേണ്ടാത്തൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഒന്ന് ഒഴിച്ചു മാറ്റാം. നല്ല പാത്രമൊന്നും എടുക്കണ്ട, അമ്മയുടെ വായിലിരിക്കുന്ന നല്ല ചീത്ത കേൾക്കേണ്ടി വരും. പിന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെക്കാം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് തിളപ്പിക്കാനേ. വന്നതിന് ശേഷം ഈ ഒരു കളറിലാവും. ആ സമയത്ത് ഗ്യാസ് ഓഫ് ആക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് മുമ്പ് ഉണ്ടാക്കിയ അലോവേറ ജെല്ലില്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഒരു തുണി ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുക്കാം. ഇതൊരു മറ്റേ ജെല്ലി കൺസിസ്റ്റൻസി, അതായത് ബളബള കൺസിസ്റ്റൻസിയിലായതുകൊണ്ട് തന്നെ നല്ല പാടാണെന്ന് അരിച്ചെടുക്കാനായിട്ട്. ഞാനിത് ശ്രമിക്കും, കുറേയൊക്കെ താഴെപ്പോവും. ഒരു 4-5 തവണ ശ്രമിച്ചിട്ടാണ് ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തത്. നല്ല ബുദ്ധിമുട്ടാണ് ഇത് അരിച്ചെടുക്കാനായിട്ട്. പണിയൊന്ന് കഴിച്ച് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും സംഭവം. ഇത് നമുക്കിനി ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ചത്തേക്ക് ഇത് നന്നായിട്ട് കേടുകൂടാതെ ഫ്രിഡ്ജിലിരിക്കും. ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തണുത്തതിന് ശേഷം കുറച്ച് കോക്കനട്ട് ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം തല തേക്കാൻ. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.